Hi everyone, this is Abin here from Everything on About Apple. WWDC22 it's here. ആപ്പിളിലെ രണ്ടാമത്തെ ഒഫീഷ്യൽ ഇവൻ്റ് ആണ് ഈ വരുന്ന മാർച്ച് 6 മുതൽ 10 വരെ ഉള്ളത്. അത് ഒഫീഷ്യലി ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആപ്പിളിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും അതിൻ്റെ അപ്ഡേഷൻ വന്നിരുന്നു. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും ലീക്സും റൂമേഴ്സും എല്ലാം അറിയാനും നമ്മുടെ ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തിടുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് WWDC 2022? തന്നെ ഈ ഒരു ഇവൻറ്റിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. അവർ പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ന്യൂസ് റൂമിൽ പോയിട്ട് നമ്മൾ ആ ഒരു അനൗൺസ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ വേറൊരു പാരഗ്രാഫ് കാണാം. അതിൽ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ആ ഒരു ഇവൻറ്റിൽ വെബ് ഡെവലപ്പേഴ്സിനും അതേപോലെ കോഡിംഗ് സ്റ്റുഡൻസിനും ഒരു സ്പെഷ്യൽ കീനോട്ട് അവരുടെ ആപ്പിൾ പാർക്കിന് ജൂൺ 6 വെക്കുന്നുണ്ട്. അതും വെരി ലിമിറ്റഡ് സീറ്റാണ്. അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിലും അതേപോലെ ആപ്പിൾ ഡെവലപ്പറിൻ്റെ ആപ്പിലും വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും എന്നാണ് ആ ഒരു അനൗൺസ്മെൻറ്റിൽ പറയുന്നത്. ഈ പാൻഡമിക് സിറ്റുവേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആൾക്കാരെ കൊണ്ടുവന്ന് അതേപോലെ പഴയ ആപ്പിൾ ഇവൻറ്റിൽ നടക്കുന്ന പോലെ ക്രൗഡിനെ കൊണ്ടുവന്ന് ആ ഒരു ആപ്പിൾ ഇവൻറ്റ് കാണിക്കാനുള്ള ആ ഒരു പഴയ രീതി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി എല്ലാ പാൻഡമിക്കും ഈ വർഷത്തോടെ തന്നെ മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ WWDCയുടെ ലോഗോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് തരുന്ന ഒരു ലോഗോയാണ് ഈ വട്ടം വന്നിരിക്കുന്നത്. ഒരു കിളി തലകുത്തിയിരിക്കുന്നു, അതിനു ചുറ്റും ഒരു റെയിൻബോ കളേഴ്സും കൊടുത്തിരിക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലമുള്ള WWDCയുടെ ആ ഒരു ലോഗോ നോക്കിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നോക്കിക്കാൻ നമുക്ക് ആ ഒരു പിക്ചറിന് എന്തെങ്കിലുമൊക്കെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വട്ടം വന്നിരിക്കുന്ന WWDCയുടെ ലോഗോ കാണുമ്പോൾ നമുക്ക് ഒരു കുന്തവും മനസ്സിലാവില്ല. അവർ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ അതിൻ്റെ ലീക്സ് റൂമേഴ്സ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. ആപ്പിൾ ഇവൻറ്റിൽ നമുക്ക് ജൂൺ 6 എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും iOS 16, WatchOS 9, macOS 13, പിന്നെ ആപ്പിളിൻ്റെ എല്ലാ ഗാഡ്ജറ്റ്സിനും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഈ വരുന്ന ജൂൺ ഇവൻറ്റിൽ എന്തായാലും കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ iOSൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു സ്പെക്കുലേഷനും വെക്കാൻ പറ്റില്ല. കാരണം അത് ആപ്പിളിലെ തന്നെ സ്വന്തം സ്ഥലത്താണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഈ ഐഫോണിൻ്റെയും മാക്കിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വഴി പല സ്ഥലത്തു നിന്നും വന്നിട്ടാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സോഴ്സിൽ നിന്ന് ആ ഓരോ ലീക്സും റൂമേഴ്സും അറിയാൻ പറ്റും. പക്ഷേ iOS എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്സും റൂമേഴ്സും പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ബാക്കിയൊക്കെ നമ്മുടെ സ്പെക്കുലേഷൻസ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ തന്നെ കണക്കൂട്ടലും നമ്മുടെ തന്നെ ഊഹാഭോഹങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് ആ ഒരു കാര്യത്തിൽ പ്രഡിക്ഷൻ വെക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വരുന്ന WWDCയിൽ ഓൺലി സോഫ്റ്റ്വെയർ വെർഷൻസ് മാത്രമായിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ nearly complete with just one more product to go, Mac Pro. But that is for another day. ഇതാണ് ഈ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. മാക്കിൻ്റെ ആ ഒരു സ്റ്റുഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞായിരുന്നു ഇത് മാക്കിൻ്റെ പ്രോ വേരിയൻ്റ് അല്ല, പ്രോ വേരിയൻ്റ് വരുന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും ഈ വരുന്ന WWDCയിൽ നമുക്ക് ആ ഒരു മാക്കിൻ്റെ പ്രോ വേരിയൻ്റ് എന്തായാലും കാണാൻ പറ്റും. കാരണം 2012 WWDC ഇറങ്ങിയപ്പോഴാണ് അവർ മാക് പ്രോ ഇറക്കി XDR ഡിസ്പ്ലേയും അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തന്നത്. അതും ആ ഒരു ഒഫീഷ്യൽ ക്രൗഡിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ ഒരു ലിമിറ്റഡായ കുറച്ച് ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ സ്പെക്കുലേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ WWDC 2022 ഒരു ഹാർഡ്വെയറും വരുന്നതാണ്.
അതേപോലെ നമുക്ക് AR VR ഹെഡ്സെറ്റ്